ബിസിനസ് പരിചയപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പീരീഡ്സ് ആയി തുടങ്ങിയതാണ്. ആദ്യമായിട്ട് വലിയ കുട്ടിയായതാണ്. ആ സമയം മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും മോൾക്ക് കൃത്യമായി പീരീഡ്സ് ആവും. പക്ഷെ ആ പീരീഡ്സ് ആവുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വയറുവേദന, നടുവേദന, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഛർദി തുടങ്ങിയ നിർത്താതെ ഛർദിയാണ്. അപ്പൊ അങ്ങനെ ആ ഛർദിച്ച് അവശതയായി മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ നിരന്തരം എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. BP കുറഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയില് അതിന് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഗൈനക്കോളജിസ്റ്റുമാരെ അടക്കം നല്ല നല്ല ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ചു. ഒരു രക്ഷയില്ല, മാറ്റമില്ല. ആയുർവേദ മരുന്നുകൾ പരീക്ഷിച്ചു, ഹോമിയോ മരുന്നുകൾ പരീക്ഷിച്ചു. അങ്ങനെ ഒരു 4.5 വർഷം എൻ്റെ മോളെയും കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ എൻ്റെ കൂട്ടുകാരി, എന്നോടൊപ്പം 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് നമ്മുടെ മൈലേഴ്സ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അമേസിംഗ് റിസൾട്ടുള്ള പ്രോഡക്റ്റുകൾ, ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രോഡക്റ്റുകൾ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന എലമെന്റ്സിന്റെ വെൽനസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള വുമൺ കമ്പാനിയൻ പരിചയപ്പെടുത്തരുന്നത്. അപ്പൊ വുമൺ കമ്പാനിയൻ പരിചയപ്പെടുത്തന്നിട്ട് കൂട്ടുകാരി പറഞ്ഞത്, ഇത് നീ ഒന്ന് കൊടുത്തു നോക്ക്, ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് നീ ഒന്ന് കൊടുത്തു നോക്ക്, എത്ര പൈസ നീ ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവസാനം ഒരു പരീക്ഷണം എന്നോണം ആണ് ഞാൻ എൻ്റെ മോൾക്ക് വുമൺ കമ്പാനിയൻ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായത്. വുമൺ കമ്പാനിയനോടൊപ്പം കവചപ്രാശ്ലേഹ്യവും അതുപോലെ ബ്ലഡ് പ്യൂരിഫയറും കോമ്പിനേഷൻ ആയിട്ട് തന്നു. അങ്ങനെ ആ 3 പ്രോഡക്റ്റുകൾ എൻ്റെ മോൾക്ക് വാങ്ങിച്ചു കൊടുത്തു. 4.5 വർഷമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിന് ഒരൊറ്റ മാസം കൊണ്ട് പരിഹാരം കിട്ടി എന്നുള്ളതാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം. മോൾക്ക് വുമൺ കമ്പാനിയനും ഒക്കെ വാങ്ങിച്ച സമയത്ത് അതിനോടൊപ്പം ഒരു പേസ്റ്റും അതുപോലെ ഒരു ഫെയർനെസ് ക്രീമും ഒരു ഫേസ് വാഷും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാളായിട്ട് പല്ലിപ്പുളിപ്പ് എന്നുള്ള പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്. സെൻസോഡൈൻ പേസ്റ്റ് ഉപയോഗിച്ചിട്ടും എനിക്ക് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ സമയത്ത് ഈ നമ്മുടെ പേസ്റ്റ് ഓണാനുണ്ട് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. എൻ്റെ പല്ലുപുളിപ്പ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അതിന് മാറ്റം വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ രാവിലെ സമയങ്ങളിൽ പല്ല് തേക്കാൻ പേസ്റ്റ് വായിൽ തട്ടിയാൽ അപ്പോഴേക്കും എനിക്ക് ആ പേസ്റ്റിന്റെ മധുരം കൊണ്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ടും എനിക്കുണ്ട്. നമ്മുടെ ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു. അല്ലെങ്കിൽ പേസ്റ്റ് വായി തട്ടി ആ പേസ്റ്റിന്റെ മധുരം വായിലാകുമ്പോഴേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരും, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓക്കാനിച്ചാണ് പല്ല് തേച്ച് കഴിയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് ആദ്യമേ തന്നെ പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഈ പേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ആ പല്ല് തേച്ചതിന്റെ ഒരുപാട് ഫീലിങ്സ് ആ പേസ്റ്റ് കൊണ്ട് തന്നെ എനിക്ക് കിട്ടി. അതോടൊപ്പം ഫെയർനെസ് ക്രീം ഫേസ് വാഷ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം എന്നോട് എൻ്റെ അയൽവാസികളായ ആളുകൾ ചോദിച്ചു തുടങ്ങി, എന്താ ഫേഷ്യലി ചെയ്തോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അയൽവാസികളായ ആളുകൾ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, അവരിങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലി ചെയ്തോ എന്ന് തോന്നുന്നു, മുഖത്തൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഫെയർനെസ് ക്രീമും ഫേസ് വാഷും എൻ്റെ കൂട്ടുകാരി തന്നിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം അത്. അങ്ങനെ ഒരു അയൽവാസിയായ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് ആ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് അത്രയും എൻ്റെ മനസ്സിനെ ആകർഷിച്ചത് കൊണ്ട് തന്നെ ആ പേസ്റ്റ് എൻ്റെ തയ്യൽ ഷോപ്പിലും അതുപോലെ ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ എൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഈ പേസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ തയ്യാറായി.